അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. കർത്താവിൽ പ്രിയരെ, സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 4-ാം വാക്യം. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. വിവേകമുള്ളവൻ മറ്റുള്ളവരെ വചനം കേൾക്കുവാനും ജ്ഞാനം കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ദൈവവചനം ജീവനുള്ളതും നിലനിൽക്കുന്നതുമാകുന്നുവെന്ന് പത്രോസ്ലിഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നു. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. വചനം വിട്ടുമാറരുത് എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതിനൊപ്പം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഈ വേദഭാഗം വിവരിക്കുന്നു. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, Do not forsake her and she will preserve you. Love her and she will keep you. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് വചനം ഉൾനടുക എന്നാണ്. ഹൃദയത്തിൽ വിതച്ച് അത് വളർന്നു വരണം. തിരുവചനത്തെ നാം സ്നേഹിച്ചാൽ അത് നമ്മെ കാക്കും, അത് നമ്മെ സൂക്ഷിക്കും. ശലോമോൻ പറയുന്നത് ഇറ്റ് വിൽ പ്രിസേർവ്. പ്രിസേർവ് എന്ന് പറഞ്ഞാൽ കേടുകൂടാതെ കാക്കും എന്നാണല്ലോ. വചനം ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഉറപ്പു തരുന്നല്ലോ. അതിനെ നാം മറന്നു കളയാതിരുന്നാൽ മതി. ഒട്ടുമിക്ക അവസരങ്ങളിലും ദൈവിക സംരക്ഷണം പ്രാപിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നതിനുള്ള കാരണം ദൈവവചനം തരുന്ന ഉറപ്പ് നമുക്ക് അറിയില്ല എന്നതോ ചിലപ്പോൾ മറന്നുപോകുന്നതോ എന്നതാകാം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ പ്രഭാതത്തിൽ കല്ലറയ്ക്കിലേക്ക് ഓടിയെത്തിയവരോട് ദൂതന്മാർ പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്നാണ്. 8-ാമത്തെ വാക്യത്തിൽ അവർ അവന്റെ വാക്ക് ഓർത്തു. യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ വാക്ക് അവർ ഓർത്തുവെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരത് മറന്നുപോയിരുന്നു. വചനം മറന്നുപോയാൽ ഭയം ഗ്രസിക്കുവാൻ തുടങ്ങും. നമ്മൾ പാടാറില്ലേ, ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തും തന്നെ. വചനം മറക്കാതിരിക്കുക, അത് നമ്മെ സൂക്ഷിക്കും. വചനത്തെ സ്നേഹിക്കുക, അത് നമ്മെ സംരക്ഷിക്കും. കർത്താവിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം ഇറ്റ് വിൽ പ്രൊട്ടക്ട് us. അത് നമ്മെ പരിരക്ഷിക്കും. രണ്ടാമത്തെ അനുഗ്രഹം സദൃശവാക്യം 4-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം വാക്യങ്ങളിൽ പറയുന്നു. ഇപ്രകാരമാണ് നാം അത് വായിക്കുന്നത്, എക്സാൾട്ട് ഹെർ ആൻഡ് ഷീ വിൽ പ്രൊമോട്ട് യു. ഷീ വിൽ ബ്രിങ് യു ഓണർ വെൻ യു എംബ്രേസ് ഹെർ. ഷീ വിൽ പ്ലേസ് ഓൺ യുവർ ഹെഡ് ആൻ ഓർണമെന്റ് ഓഫ് ഗ്രേസ്, എ ക്രൗൺ ഓഫ് ഗ്ലോറി ഷീ വിൽ ഡെലിവർ ടു യു. വചനത്തെ ഉയർത്തിയാൽ അത് നമ്മെ ഉയർത്തും. ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ട, കുറുക്കുവഴികൾ ഒന്നുമില്ല. വചനത്തെ ഉയർത്തുക. സദൃശവാക്യം 4-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങളിൽ പ്രമോഷന്റെ 4 പടികൾ നമുക്ക് കാണാം. അവിടെ നാം വായിക്കുന്നത്, അത് നിന്നെ ഉയർത്തും, നിനക്ക് മാനം വരുത്തും, അലങ്കാരമാല അണിയിക്കും, മഹത്വ കിരീടം ചൂടിക്കും. വചനം അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന 3-ാമത്തെ അനുഗ്രഹം ഈ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് പറയുന്നത്, when you walk your step will not be hindered and when you run you will not stumble. എന്ന് പറഞ്ഞാൽ you'll have the freedom to make progress. മുന്നേറുവാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകും. വചനത്തെ നാം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ, അതിനെ നാം സ്നേഹിച്ചാൽ ജീവിത വഴിത്താരയിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കും. നമ്മുടെ ചുവടുകൾക്ക് ഇടുക്കം വരികയില്ല. വിശാലമായ വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരും. പാതയിൽ ഞെരുക്കം ഉണ്ടാകുകയില്ല. ഓടുമ്പോൾ നാം ഇടറിപ്പോകുകയില്ല. നാം നിരന്തരം അഭ്യുന്നതി പ്രാപിച്ചുകൊണ്ടിരിക്കും. വചനം പ്രമാണിക്കുന്നവന്റെ പാതകളെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ 4-ാമത്തെ അനുഗ്രഹം പറയുന്നു, ബട്ട് ദ പാത്ത് ഓഫ് ദി ജസ്റ്റ് ഈസ് ലൈക്ക് ദ ഷൈനിങ് സൺ ദാറ്റ് ഷൈൻസ് എവർ ബ്രൈറ്റർ അൺടു ദി പെർഫെക്റ്റ് ഡേ. വചനം അനുസരിക്കുന്നവന്റെ പാതകൾ പ്രഭാപൂരിതമാകുന്നു എന്നതാണ് 4-ാമത്തെ അനുഗ്രഹം. പകൽ വെളിച്ചം പോലെ കൂടുതൽ കൂടുതൽ പ്രശോഭിതമായി തീർന്നുകൊണ്ടിരിക്കും. നമ്മുടെ പാതകളെ ഇരുട്ട് മൂടുകയില്ല. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 26-ാം വാക്യം പറയുന്നത്, യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുമ്പോൾ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയും സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. വചനത്തെ സ്നേഹിച്ച് ഹൃദയത്തിൽ അതിന് ഇടം കൊടുക്കുന്നവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കും.
തിരുവചനം മുഴുദേഹത്തിനും സൗഖ്യമായി മാറുന്നു എന്നതാണ് വചനം ഉള്ളിൽ വസിക്കുന്നതിനാൽ ലഭിക്കുന്ന 5ാമത്തെ അനുഗ്രഹം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ For they are life to those who find them and health to all their flesh. ഈ വാക്യത്തെ ദൈവത്തിന്റെ മെഡിസിൻ ബോട്ടിൽ എന്നാണ് വിളിക്കുന്നത്. ദൈവവചനം മുഴുദേഹത്തിനും സൗഖ്യമാകുന്നു. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിരിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നു. പ്രിയരെ, ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യാതെ അത് അനുസരിക്കുന്നവരായിരിക്കാം. അതിനെ അന്വേഷിച്ച് കണ്ടെത്തി ഭക്ഷിക്കാം. ഏതു രോഗത്തിനും മതിയായ ഔഷധമാണ് കർത്താവിന്റെ വചനം. അത് നമ്മുടെ പാതകളെ വെളിച്ചമുള്ളതാക്കുന്നു. ജീവിതത്തിൽ ഇടറിടാതെ തളർന്നു പോകാതെ മുന്നേറുവാൻ നമ്മെ ശക്തീകരിക്കുന്നു. അത് നമ്മെ ഉയർത്തുന്നു. നമുക്ക് മാനം വരുത്തി അലങ്കാര മാലയണിയിച്ച് മഹത്വ കിരീടം ചൂടിക്കുന്നു. വചനം നമുക്ക് ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. പ്രിയരെ, ജീവിത വഴിത്താരയിൽ മുമ്പോട്ടു പോകാൻ കഴിയാതെ ഇരുളടഞ്ഞ ഇടവഴിയിൽ ഇടറി നിൽക്കുകയാണ്. രോഗത്താൽ ബാധിതനാണ്. മുന്നേറുവാൻ കഴിയാതെ നിന്നയും ചുമന്ന് ലജ്ജാഭാരത്താൽ തല താഴ്ത്തി അപമാനിതനായി നിൽക്കുകയാണോ? വചനം ഏറ്റെടുക്കുക. ഹൃദയത്തിൽ അതിനെ സംഗ്രഹിക്കുക. അതിനെ സ്നേഹിച്ച് അനുസരിക്കുക. കർത്താവിന്റെ വചനം നമുക്ക് ഉറപ്പു തരുന്നു. അവൻ നമ്മെ സംരക്ഷിക്കും, ഉയർത്തും. മുന്നേറുവാൻ പാതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. ഇരുൾ പാതയിൽ അവൻ ഒളിവിതറും. സകല രോഗങ്ങളും സൗഖ്യമാക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങേ സ്തോത്രം ചെയ്യുന്നു. തിരുവചനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവെ നീ കൃപ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ വചനത്തെ സ്നേഹിക്കുവാൻ, ഹൃദയത്തിൽ അതിനെ സംഗ്രഹിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു വിത്ത് വിതച്ചതുപോലെ അതിനെ പാകി കിളിർപ്പിച്ചെടുക്കുവാൻ കൃപ തരുമാറാകണമേ. അത് ഞങ്ങൾക്ക് നൽകി തരുന്ന സംരക്ഷണയുടെ ഉറപ്പിനായിട്ട് സ്തോത്രം. വചനം ഞങ്ങളെ ഉയർത്തുന്നതിനായി, മാനിക്കുന്നതിനായി, അലങ്കാര മാലയണിയിക്കുന്നതിനായി, മഹത്വ കിരീടം ചൂടിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പാതകളിൽ മുന്നേറുവാൻ എല്ലാ ദുർഘടങ്ങളെയും നീക്കി, തടസ്സങ്ങളെ മാറ്റി, ഇടുക്കങ്ങളെ മാറ്റി, പുതുവഴികൾ തുറന്നു തരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ വീഥികളിൽ ആ ഇരുട്ടിനെ വെളിച്ചമാക്കി നട്ടുച്ചയിലെ ശോഭ പോലെയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളുടെ മുഴുദേഹത്തിനും ഔഷധമായി വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും രോഗികളോ ദുഃഖിതരോ ക്ഷീണിതരോ ഭാരമുള്ളവരാകുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യവും സംരക്ഷണയും അഭ്യുന്നതയും നന്മയും അവരുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ സ്റ്റേറ്റിനെ, രാജ്യത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗബാധിതരായിരിക്കുന്നവരെ അങ്ങ് വേഗത്തിൽ സൗഖ്യമാക്കണമേ. ഈ രോഗം കർത്താവെ പടർന്നു പിടിക്കുവാൻ അനുവദിക്കാതെ സകലത്തെയും കീഴ്പ്പെടുന്ന അവിടുത്തെ വ്യാപാര ശക്തിയാൽ വേഗത്തിൽ സൗഖ്യമയക്കുന്നതിനായിട്ട് സ്തോത്രം. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ.